സൂസ് കിച്ചൻ. നമുക്ക് സേമിയ കൊണ്ട് അടിപൊളി ചട്ടിപ്പത്തി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് റെഡിയായാൽ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ഒരു വെള്ളിയുള്ളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട നമുക്ക് നന്നായി ചിക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കണം. ഓയിലിന് പകരം നെയ്യൊന്ന് ചേർക്കാം. ഇനി ഇതിലേക്ക് 200 ഗ്രാം സേമിയ ചേർത്ത് കൊടുക്കാം. റോസ്റ്റഡ് സേമിയ ആയാലും കുഴപ്പമില്ല. നമുക്കൊന്നും കൂടി നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം ബ്രൗൺ കളർ ആണ്ട കേട്ടോ, ഇങ്ങനെ മതി. ഇനി 6 മുട്ട നമുക്ക് മിക്സിയിൽ പൊട്ടിച്ച് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. കുറച്ച് പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പോരെങ്കിൽ പിന്നെ ചേർത്താലും മതി. ഇനി നമുക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാൽ വേണം. 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തത്. ഇതിലേക്ക് നമ്മൾക്ക് നേർച്ചടിച്ച് വെച്ച് മുട്ടയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടാക്കി എടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് നേരത്തെ മാറ്റി വെച്ച് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് ചേർത്ത് കൊടുക്കാം. ബാക്കി ഡെക്കറേഷന് മാറ്റി വെക്കാം. മധുരം പോരെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് സേമിയ ഇട്ട് ഇളക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ചെറിയ തീയിൽ വേണം കുറുക്കിയെടുക്കാൻ. ഇനി നമ്മളുടെ പാൻ വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് നമുക്കതിലേക്ക് സേമിയ മിക്സ് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ലെവൽ ചെയ്ത് നമുക്ക് 15 മിനിറ്റ് കുക്ക് ചെയ്യാം. പിന്നെ മുകളായിട്ട് നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷം മുകൾ ഭാഗമെല്ലാം സെറ്റായിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മുകൾ ഭാഗം 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ചെറിയ തീയാക്കി വെക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. അടിപൊളി സേമിയ ചട്ടിപ്പത്തിരി റെഡിയായി. എല്ലാം ട്രൈ ചെയ്യണേ. ബൈ.